5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതത്തിലേക്ക് സ്വാഗതം. സമൂഹത്തെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുമായി സുഭാഷിതം എന്നും ജനങ്ങളോടൊപ്പം, ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് ചെയ്യുന്നത്. എല്ലാവരും സുഭാഷിതം ചാനൽ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1974 നവംബർ 15 കേരളത്തിൽ ആദ്യമായി ഗവൺമെൻറ് ചിറ്റൂർ കോളേജിൽ, അതായത് പാലക്കാട് ചിറ്റൂർ കോളേജിൽ ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി ബിരുദം തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിച്ചിരുന്ന, പ്രീ ഡിഗ്രിക്ക് അന്ന് കൊമേഴ്സ്യൽ ജോഗ്രഫിയൊക്കെ പഠിക്കാനുണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു ലക്ഷ്മി ടീച്ചറാണ് അതിൻ്റെ HOD ആയി വന്നത്. പക്ഷേ ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ടീച്ചർ ആണ് എൻ്റെ HOD ആയിരുന്നു. അവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ജോസഫ് സാർ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറൊക്കെ റിട്ടയർ ചെയ്തു. ഇപ്പോൾ കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കറുകച്ചാലിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ് സാർ ഇപ്പോഴും വളരെ സജീവമായി രംഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ PSC വഴി ആദ്യമായി ചിറ്റൂർ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപകനാകുന്നത് ദാമോദരൻ നായർ സാറാണ്. പ്രൊഫസറാണ്, എൻ്റെ കൂടി പ്രൊഫസറാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായി, HOD ആയി ദീർഘകാലം ഉണ്ടായിരുന്നു. സാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരോഗ്യവാനായി ജീവിച്ചിരിക്കുന്നു. ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത്, ഇത്രയും 1974 ഉണ്ടായ ഒരു സബ്ജക്റ്റ് 50 വർഷം കഴിഞ്ഞു. 2024 നവംബർ 15 കഴിഞ്ഞു പോയി, 50 വർഷം കഴിഞ്ഞു പോയി. പക്ഷേ ചിറ്റൂർ കോളേജുകാരോ കേരളത്തിലെ ജോഗ്രഫിക്കാരോ ആരും തന്നെ ഇത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ ആഘോഷവും ഒന്നും നടന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റൊരു വിഷയമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 50ാം വാർഷികത്തിൽ ആഘോഷിക്കുമായിരുന്നു. 50ാം വാർഷികത്തിൽ ആഘോഷിക്കാത്ത കാര്യം ചോദിക്കുമ്പോൾ 25ാം വർഷത്തിൽ ആഘോഷിച്ചില്ലല്ലോ, 25ാം വർഷത്തിൽ ആഘോഷിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ 10ാം വർഷം ആഘോഷിച്ചില്ലല്ലോ, 10ാം വർഷം ചോദിക്കുമ്പോൾ 1ാം വർഷം ആഘോഷിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ, കേവലം ജോലി കിട്ടി ജോലി ഇരുന്ന് പോകുന്നതല്ലാതെ, വിദ്യാർത്ഥികളാകട്ടെ, അധ്യാപകരാകട്ടെ, അലുമിനി അസോസിയേഷൻ ആകട്ടെ, ആരും ആയിക്കോട്ടെ, ജോലിയുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, ആരും മുൻകൈയെടുത്ത് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. ഇനി നിങ്ങൾ ആരും അറിയാത്ത മറ്റൊരു കാര്യം പറയാം. കേരള യൂണിവേഴ്സിറ്റിയിലെ ആകപ്പാടെ 9 കോളേജുകളിലാണ് ഉള്ളത്. അതിൽ 3 കോളേജ്, കാഞ്ഞിരംകുളവും അതുപോലെ തന്നെ കാഞ്ഞിരംകുളം ഗവൺമെൻറ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അതാണ് ഏറ്റവും പഴക്കമുള്ളത്. അത് കഴിഞ്ഞാൽ കാര്യവട്ടം കോളേജ്. അങ്ങനെ 3 കോളേജുകൾ മാത്രമാണ് ഗവൺമെൻറ്. പിന്നെ 6ഓളം പ്രൈവറ്റ് കോളേജുകളിലുമുണ്ട്, പ്രൈവറ്റിലെ എയ്ഡഡ് കോളേജുകളും. ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളത്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ വളരെ മോശമാണ്, കോട്ടയം സർവകലാശാലയിലും അത്ര ഫേമസ് അല്ല. എന്നാലും കേരളത്തിലാകെ എടുക്കുമ്പോൾ വളരെ കുറച്ച് ജോഗ്രഫി മാത്രമാണ് കോളേജുകളിൽ ഐച്ഛിക വിഷയമായി ഉള്ളത്. ഇനി ഇതിനകത്ത് ഒരുപാട് തരികിട പരിപാടികളുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും BSc ആണ്, സയൻസ് സബ്ജക്റ്റാണ്. ചില സ്ഥലങ്ങൾ അപ്പോൾ സയൻസ് സബ്ജക്റ്റായി നിൽക്കുമ്പോൾ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ജോഗ്രഫി പഠിക്കുന്നത് +2-ന്. അതിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതുപോയിട്ട് അത് കഴിഞ്ഞിട്ട് 1978 ഞാൻ പറയുന്ന 77-78, ഞാൻ പറയുന്ന കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, 77-78 ഞാൻ രേഖകൾ പരിശോധിച്ചല്ല പറയുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ്. 1977-78 കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒരു പ്രപ്പോസൽ വന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് തുറക്കുവാനുള്ള പ്രപ്പോസൽ വന്നു. ഇന്നും ആ പ്രപ്പോസൽ അവിടെ പൊടിയടിച്ചിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ പ്രപ്പോസൽ വന്നു. പക്ഷേ അന്ന് പ്രപ്പോസൽ വന്ന് HOD ആക്കാൻ തീരുമാനിച്ചിരുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി ആയാൽ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് വലുതാകുമെന്ന് മനസ്സിലാക്കി കുൽസിത താല്പര്യക്കാർ, അത് ജോഗ്രഫിയിലുള്ളവരാണോ മറ്റുള്ളവരാണോ, അന്ന് പക്ഷേ ജോഗ്രഫിയിലുള്ളവരെന്ന് പറയാൻ കഴിയില്ല, കാരണം അന്ന് ജോഗ്രഫിയിൽ വളരെ കുറച്ച് പേരെ അന്ന് ജോലിയിലൊക്കെ ഉള്ളവരുള്ളൂ. അപ്പോൾ അവരാകാൻ സാധ്യതയില്ല. എന്തായാലും ആരൊക്കെയോ കുൽസിത കളികൾ കളിച്ച്, യൂണിവേഴ്സിറ്റിയിൽ സ്വാധീനമുള്ള ആരൊക്കെയോ കളിച്ച് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും 50 വർഷമായിട്ടും ജോഗ്രഫിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കണ്ടീഷനാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ MSc ഉണ്ട്, ഈ അടുത്തിടെ PhD ഒക്കെ വന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ, NAAC-ന്റെ അക്രഡിറ്റേഷൻ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും NAAC-കാർ വന്ന് ഇവിടെ അക്രഡിറ്റേഷൻ നടത്താറുണ്ട്. ഓരോ കോളേജുകളും കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും അക്രഡിറ്റേഷൻ നടത്തും. ഇപ്രാവശ്യത്തെ NAAC-കാരോട് ചോദ്യം ചോദിച്ചിട്ട്, നിങ്ങൾ എന്തേ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് തുറക്കാത്തത്? കാരണം എന്തെന്നാൽ ഇന്നിപ്പോൾ ക്ലൈമാറ്റ് ചേഞ്ചും പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ വലിയ വിഷയമാണ്. അപ്പോൾ എർത്ത് സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് തുറക്കുന്നില്ല എന്ന് NAAC ചോദിച്ചിരിക്കുന്നു. ആർക്കാണ് ഈ വിഷയം വേണ്ടത്? കോളേജുകളിലും വേണ്ട, സ്കൂളുകളിലും വേണ്ട. സ്കൂളുകളിൽ അധ്യാപകർക്ക് ജോലി കിട്ടിയ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങി എല്ലാവർക്കും +2-ൽ അധ്യാപകരായി കിട്ടിയ, ഞാൻ അധ്യാപകരാരെയും കുറ്റം പറയുന്നില്ല, PhD എടുത്ത ആളുകൾ വരെ +2-ൽ അധ്യാപകരായിട്ടുണ്ട്. അവരുടെ PhD കൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനം? ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതുപോലും കേരളത്തിൽ കാണുന്നില്ല. ഒരു ജോഗ്രഫിക്കാരുടെ അസോസിയേഷൻ ഉണ്ടോ? അതില്ല. കേരളത്തിൽ ഏതെങ്കിലും ജോഗ്രഫി കോൺഗ്രസ് നടക്കാറുണ്ടോ? അത് കാണുന്നില്ല. ഈ വിഷയത്തെ ആരാണ് ഇങ്ങനെ മുട്ടിലിഴയ്ക്കുന്നത്? ആർക്കാണ് ഇതിനകത്ത് താല്പര്യമുള്ളത്? ഞാനിപ്പോൾ അത് മാറ്റി മറ്റൊരു വിധത്തിൽ പറയുവാനാണ് ഈ വീഡിയോ ചെയ്തത്.
യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ജിയോഗ്രഫി, ജിയോളജി, അറ്റ്മോസ്ഫിയർ സയൻസ്, എർത്ത് സയൻസ് എന്ന് പറഞ്ഞു പോകുന്നതിലൊന്നും കാര്യമില്ല. ഇനി നമുക്ക് വേണ്ടത് എർത്ത് സയൻസ്, സ്കൂൾ ഓഫ് എർത്ത് സയൻസ് സ്റ്റഡീസ് സിസ്റ്റമാണ് വേണ്ടത്. സ്കൂൾ ഓഫ് എർത്ത് സയൻസ് സ്റ്റഡീസ് സിസ്റ്റം വേണം. അതിനകത്ത് പിന്നെ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ജിയോളജി, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജിയോഗ്രഫി, അതുപോലെ അറ്റ്മോസ്ഫിയറിക് സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്ലൈമാറ്റ് ചേഞ്ച്, ഇങ്ങനെ 6-7 വിഷയങ്ങളെ ഒന്നിച്ചൊരു സിസ്റ്റത്തിൽ കൊണ്ടുവരികയും ഇന്ന് ജിയോളജി, ജിയോഗ്രഫി ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലെ ആളുകൾക്കും നിശ്ചിത കാലയളവിൽ HOD ആകാനുള്ള, കാരണം പല ഡിപ്പാർട്ട്മെന്റുകളും മെർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങുമ്പോഴോ പല പ്രശ്നങ്ങളുണ്ടാവും. ആര് HOD ആവും? അതിനെല്ലാം ഒരു നിയതമായ നിയമം കൊണ്ടുവന്നുകൊണ്ട് സ്കൂൾ ഓഫ് എർത്ത് സയൻസ് സ്റ്റഡീസ് സിസ്റ്റം കേരളത്തിൽ തുടങ്ങേണ്ട സമയമായി. അങ്ങനെ +2 ഒരു കോഴ്സും തുടങ്ങേണ്ട സമയമായി. ഇനി ജിയോഗ്രഫി, ജിയോളജി, എൻവയോൺമെന്റ് സയൻസ് എന്നൊക്കെ പറഞ്ഞ് +2 കോഴ്സ് നടത്തുന്നതിൽ കാര്യമില്ല. സ്കൂൾ ഓഫ് എർത്ത് സയൻസ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ കോഴ്സ് എർത്ത് സയൻസ് സിസ്റ്റമാണ് ഇനി +2 പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാൻ കഴിയട്ടെ, അതിൻ്റെ കോഴ്സുകൾ വരട്ടെ, PhD വരട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 50-ാം വർഷം 76-ലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് ആരംഭിക്കുന്നത്. 76-ൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ദാമോദരൻ നായർ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത്. സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ റിട്ടയറായി. 76-ൽ ആരംഭിച്ചതിൻ്റെ 50-ാം വാർഷികം ഇതാ വരാൻ പോകുന്നു. 2026-ൽ വരും. ഇനി അവർ ആഘോഷിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അവരും എന്തെങ്കിലും പൊട്ടിന്യായങ്ങൾ പറഞ്ഞത് തീർക്കുമോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ കോളേജ്, ആദ്യത്തെ കോളേജ് ചിറ്റൂർ കോളേജ് അവർ ആഘോഷിച്ചില്ല. അവർ അതിന് ഒരുപാട് ന്യായങ്ങൾ പറയുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതുപോലെയാണ്. ഇനി ന്യായങ്ങളുമായി ന്യായീകരണവാദികളും തൊഴിലാളികളും ഇറങ്ങുമോ എന്നറിയില്ല. എന്തായാലും അവിടെയും ഇതുണ്ടാവുമെന്നറിയില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനമായി ഞാൻ പറയട്ടെ. കാലടി സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി ജിയോഗ്രഫിക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കണ്ണൂർ സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതെല്ലാം വന്നതും കുറേ അധ്യാപകരുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ്. ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് തന്നെയാണ്, മുൻകൈ എടുത്തിട്ട് തന്നെയാണ്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ആക്കാൻ അന്ന് മുൻകൈ എടുത്തവരുമുണ്ട്. അതിനുശേഷം പിന്നെ ഡിപ്പാർട്ട്മെന്റിനെ ആക്കാൻ പിന്നെയും ഡിപ്പാർട്ട്മെന്റ് ഫയലൊക്കെ എടുത്ത് ഡിപ്പാർട്ട്മെന്റ് ആക്കാൻ ഒരുപാട് അധ്യാപകർ ശ്രമിച്ചു. പക്ഷെ അവർ ശ്രമിച്ചവർക്കൊക്കെ കൂടെ നിൽക്കുന്നവരും മാറി നിൽക്കുന്നവരും ശത്രുക്കളും മിത്രങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ആരാകും ഇതിൻ്റെ HOD, ആരാകും അങ്ങനെ 60 വയസ്സ്, കാരണം ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയാലും 60 വയസ്സ് വരെ കിട്ടും, കോളേജിൽ 56 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ കോളേജിനേക്കാൾ കൂടുതൽ വർഷം കിട്ടുന്ന ആരാകും ഇത് നോക്കി വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് തളർന്നു പോയത്? ഭൂമിശാസ്ത്രം പഠനം ഈ ആഗോളവൽക്കരണത്തിൻ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പുതിയ യുഗത്തിൽ മുട്ടിലെഴയുന്നത് എന്തുകൊണ്ടാണ്? ആരോടാണ് ചോദിക്കുക? ആർക്കാണ് അറിയാവുന്നത്? പുതിയ തലമുറയിലെ കുട്ടികളെങ്കിലും ഉണരുക, ഈ വിഷയത്തെ നിങ്ങൾ ഏറ്റെടുക്കുക, വാനോളം വളർത്തുക. അത് കേരളത്തിനാവശ്യമാണ്, വിഷയത്തിനാവശ്യമാണ്, ലോകത്തിനാവശ്യമാണ്, ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതവും.